ദാൽ ഉപയോഗിച്ച് നമ്മൾ പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ദാൽ ഉപയോഗിച്ചിട്ടൊരു ദാൽ ഫ്രൈഡ് റെസിപ്പിയാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ദാൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് തുവർ ദാലാണ്, തുവരപ്പരിപ്പാണ്. അത് ഇതേപോലെ കഴുകി നന്നായിട്ട് 4-5 പ്രാവശ്യം കഴുകിയ ശേഷം വെള്ളം ക്ലിയർ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യുക. ഞാൻ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇടാം. ഇതിലേക്ക് 2 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടിടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ എണ്ണ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഗീയോ ഉപയോഗിക്കാം. നമ്മൾ ഈ എണ്ണ ചേർക്കുന്ന ദാൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി തെറിക്കുമല്ലോ, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് കുറച്ച് എണ്ണ ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ഇപ്പം ഞാനൊരു ദാൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്തേക്കുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാം. 1/2 കപ്പ് തുവരപ്പരിപ്പാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. മൊത്തം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാവും. ഇനി ഇത് അടച്ച് ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ പ്രഷർ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ചൊരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ തീ കുറച്ച് ഒരു 10 മിനിറ്റ് വെച്ചു. ഇത് മാറ്റി വെക്കാം. പ്രഷർ മൊത്തം പോയിട്ട് തുറക്കാം. അടുത്തായിട്ട് ടെമ്പറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ടെമ്പറിങ് അല്ലെങ്കിൽ തടുക്ക. ഇങ്ങനെ നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിൽ തന്നെ ഉപയോഗിക്കാം. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ ചേർത്തു. കുറച്ച് ഓയിലും കൂടെ ചേർക്കാം. ഓയിൽ ചേർത്തത് സൺഫ്ലവർ ഓയിലാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കടുക് വറക്കുമല്ലോ, അതിന് പകരമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ജീരകം ഇടുക. 1/2 ടീസ്പൂൺ ജീരകം. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു പച്ചമുളക്, വളരെ കുറച്ച് ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി, ഒരു സവാള. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഹീപ്ഡായിട്ട് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ സോഫ്റ്റായി ചെറുതായിട്ട് ബ്രൗണായി തുടങ്ങുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു വളരെ കുറച്ച്. നമ്മൾ പരിപ്പ് വേവിക്കാൻ നേരത്ത് മഞ്ഞൾ ചേർത്തല്ലോ, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ പൊടിക്ക് താഴെ എടുത്തേക്കുന്ന അത്രയും ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ചേർക്കാം. ഇനി ഈ ടൊമാറ്റോസ് എല്ലാം വെന്ത് ഉടയണം. ആ ഒരു പരുവം വരെ വഴറ്റുക. ഇതേപോലെ പേസ്റ്റ് ആകുന്ന പോലെ ആക്കിയെടുക്കുക. എപ്പോഴും ഓർക്കുക, അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചാൽ മതി. എന്നിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ദാൽ ഇതിലേക്ക് ഒഴിക്കും. ദാലിട്ട് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമ്മൾ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചുടച്ച് ആ ദാൽ ഉടയാനുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക. നല്ല ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് മല്ലിയില ഇടാം. ഇതിൻ്റെ ഫ്ലേവർ മെയിനായിട്ട് മല്ലിയിലയാണ്. മല്ലിയില ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. മല്ലിയില ഇട്ടിട്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ് വേണം.
അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ദാൽ ഫ്രൈ ഉണ്ടാക്കിയത്. എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. ചപ്പാത്തിയുടെ കൂടെ പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിലുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ദാൽ ഫ്രൈ. ചപ്പാത്തി കൂടാതെ റോട്ടി, നാൻ, റൈസിൻ്റെ കൂടെയൊക്കെയും നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.